ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 1-ാം ക്ലാസ്സിലെ സൺഡേ കേറ്റീസം ആനുവൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2018 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ സെക്ഷൻ, ഉത്തരം പറയുക. പഴയ നിയമത്തിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? ഉത്തരം 46. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബൈബിളിൽ എത്ര സുവിശേഷങ്ങളുണ്ട്? ഉത്തരം 4. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിശുദ്ധ യോഹന്നാൻ സുവിശേഷകന്റെ പ്രതീകമെന്ത്? ഉത്തരം കഴുകൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഇടവക പള്ളിയുടെ പേരെന്ത്? നിങ്ങളുടെ പള്ളിയുടെ പേര് പറയുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദൈവത്തിൻ്റെ പുത്രൻ ആരാണ്? ഉത്തരം ഈശോ. ആറാമത്തെ ക്വസ്റ്റ്യൻ, കുഞ്ഞു മനസ്സിൽ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നതാര്? ഉത്തരം ഈശോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സ്നേഹിതനു വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ഈശോ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ ആരോടാണ് പ്രാർത്ഥിച്ചിരുന്നത്? ഉത്തരം പിതാവായ ദൈവത്തോട്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, വിശുദ്ധ ലൂക്കാ സുവിശേഷകന്റെ പ്രതീകമെന്ത്? ഉത്തരം കാള. പത്താമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമത്തിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? ഉത്തരം 27. ഈ 10 ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം 20 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ നോക്കാം. ഉത്തരം പറയുക. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന 3 അവസരങ്ങൾ ഏതെല്ലാം? ഉത്തരം, ഈശോ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു, ഈശോ വേദന ഉണ്ടായപ്പോൾ പ്രാർത്ഥിച്ചു, ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചു. 12ാമത്തെ ക്വസ്റ്റ്യൻ, പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈശോ എന്തിൻ്റെയെല്ലാം മാതൃകകളാണ് നൽകിയത്? ഉത്തരം, പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈശോ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃകയാണ് നൽകിയത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, തൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ശിശുക്കളെ ശിഷ്യന്മാർ തടഞ്ഞപ്പോൾ ഈശോ പറഞ്ഞതെന്ത്? ഉത്തരം, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ അവരുടെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യം. 14ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ മാമോദിസ സ്വീകരിക്കുന്നത് ആരുടെ നാമത്തിലാണ്? ഉത്തരം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. 15ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ ദേവാലയത്തിൽ പോകുന്നത് എന്തിനാണ്? ഉത്തരം, നമ്മൾ ദേവാലയത്തിൽ പോകുന്നത് ദൈവത്തെ സ്തുതിക്കാൻ, ദൈവവചനം കേൾക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ഈ 5 ക്വസ്റ്റ്യന് 3 മാർക്ക് വീതം 15 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സെക്ഷൻ നോക്കാം. ഉത്തരം പറയുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് അറിയാവുന്ന 5 വിശുദ്ധന്മാരുടെ പേര് പറയുക. ഉത്തരം, വിശുദ്ധ മാർക്കോസ്, വിശുദ്ധ ലൂക്ക, വിശുദ്ധ മത്തായി, വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ യൗസേപ്പ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ബാലനായ ഈശോ ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം, ബാലനായ ഈശോ മാതാപിതാക്കളെ അനുസരിച്ചു, അവരെ ജോലികളിൽ സഹായിച്ചു, ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടമുള്ളവനായി വളർന്നു വന്നു. 18ാമത്തെ ക്വസ്റ്റ്യൻ, മാലാഖ മറിയത്തോട് പറഞ്ഞത് എന്ത്? ഉത്തരം, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് ഈശോ എന്ന് പേരിടണം. ഈ 3 ക്വസ്റ്റ്യന് 5 മാർക്ക് വീതം 15 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. ബായ്.